അവിടുത്തെ നാമത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ആരാധന ആരാധന. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു ഞങ്ങളെ പരിപാലിക്കുന്നു, ഞങ്ങളെ നയിക്കുന്ന ഈശോയെ, അങ്ങേക്ക് 1000 ആരാധന. എത്രമാത്രം നീ ഞങ്ങളെ പരിപാലിക്കുന്ന ഈശോയെ, എത്രമാത്രം കരുതലോടുകൂടി ഞങ്ങളെ നയിക്കുന്നു ഈശോയെ. അങ്ങയുടെ സ്നേഹത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ പലപ്പോഴും ഞങ്ങളുടെ ബലഹീനതകൾ അടപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോയെങ്കിലും കർത്താവേ, ഓടിത്തേടി വന്ന് നീ ഞങ്ങളെ തിരയുന്നുവല്ലോ ഈശോയെ. കണ്ടുകിട്ടുവോളം നീ ഞങ്ങളെ പരിപാലിക്കുന്നുവല്ലോ ഈശോയെ. അങ്ങയുടെ സംരക്ഷണത്തിന്, അങ്ങയുടെ സ്നേഹത്തിന്, അങ്ങയുടെ കരുതലിന് ഈശോയെ, ദിവ്യകാരുണ്യനാഥ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ വലിയ മഹത്വത്തെ മുമ്പിൽ ഇതാ ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പറയുന്നു, ഈശോയെ, ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ മഹാമഹിമയ്ക്കായി ഇതാ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം എന്ന് പറയുന്നു. ഈശോയെ, ആരാധന ആരാധന ആരാധന. വീണ്ടും ആരാധനയുടെ ആ ഗാനം ആലപിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് പാടി സ്തുതിക്കാം. പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 16 പറയുന്നത്, എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, സമാധാനത്തിന്റെ രാജാവ് എന്നാണ് സൂചിപ്പിച്ചത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ അവന്റെ രാജ്യത്വം അനശ്വരമാണ് എന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. രാജാതിരാജന്റെ രാജ്യം അനശ്വരമാണ്. അവൻ സമാധാനത്തിന്റെ രാജാവാണ്, സ്നേഹത്തിൽ നമ്മളെ പരിപാലിക്കുന്നവനാണ്. വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ അവൻ രാജാതിരാജനാണ്, നാഥന്മാരുടെ നാഥൻ. ഈശോയെ, രാജാതിരാജനായ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ചെലവിടുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നീ തുറക്കണമേ, ഞങ്ങളുടെ ആകുലതകൾ നീ എടുത്തു മാറ്റണമേ, ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് നീ ഇറങ്ങി വന്ന് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ വിഷമതകളിലേക്ക് നീ ഓടി ഇറങ്ങണമേ, ഞങ്ങളുടെ ഇടവകകളുടെയും സമൂഹത്തിന്റെയും പ്രശ്നങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ. തിന്മയുടെ ആസക്തികളിൽ കിടന്നുടലുന്ന മക്കളെ നീ മോചിപ്പിക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിന് അടിമകളായവരെ നീ വിടുതൽ നൽകി അനുഗ്രഹിക്കണം. മാനസികമായ ആരോഗ്യം വീണ്ടെടുക്കുവാൻ സ്വപ്നം കാണുന്ന കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണം. മക്കളില്ലാതെ വേദനിക്കുന്ന അനേകായിരങ്ങൾ നിന്റെ മുമ്പിൽ ഇതാ പ്രാർത്ഥനയോടുകൂടെ അവരെ നീ അനുഗ്രഹിക്കണം. മാനസികമായ വിഷമങ്ങൾ കൊണ്ട് കണ്ണീരോടുകൂടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേകം മക്കളെ നീ കാണണം. ജോലിയില്ലാതെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും അങ്ങ് കാണണമേ. ഈശോയെ,
ഒരു രാജ്യത്തിലെ ദൈവജനത്തിന് വേണ്ടുന്നെല്ലാം അവിടുന്ന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്കുള്ളത്, ഞങ്ങളുടെ ഉള്ളും പുറവും എല്ലാം അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങൾ ഒരുങ്ങുകയാണ്. അങ്ങയുടെ ആശീർവാദത്തിന് ഒരുങ്ങുന്നതിന് മുൻപായി ഞങ്ങളുടെ മനസ്സിനലട്ടുന്ന വേദനകൾ എന്തോ അവയെല്ലാം ഞാൻ ഈ അൽത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാജാധിരാജനായ യേശു, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, ശക്തി പകരണമേ. അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകത്താൽ എല്ലാവരുടെയും പാപത്തിന്റെയും തിന്മയുടെയും ബന്ധനങ്ങളിൽ പെട്ടുഴലുന്ന എല്ലാവർക്കും വിടുതൽ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ ആശീർവാദത്തിനായി കേഴുമ്പോൾ അങ്ങ് പഠിപ്പിച്ച പ്രാർത്ഥന വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ ആവർത്തിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന അങ്ങയുടെ മുമ്പിൽ ഉയരുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഞങ്ങളുടെ കരച്ചിലുകളും വേദനകളുമാണ് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്.